സോ ഈ കഴിഞ്ഞ റൗണ്ട് ഓഫ് 16 റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റി എന്നുള്ള ഒരു ഫിക്സർ വന്നപ്പോൾ തന്നെ ഒരുപാട് ട്രോൾസുകൾക്ക് റയൽ മാഡ്രിഡ് ഇരയായിരുന്നു. അതായത് മറ്റേ സുരേഷ് ഗോപിയുടെ ഡയലോഗ് എടുത്തിട്ട് സോമേട്ടനില്ല, പ്രസാദേട്ടനില്ല എന്നുള്ള ആ ഒരു സാധനം വരെ വന്നിരുന്നു. പക്ഷെ ആരില്ലാഞ്ഞിട്ടും മാഡ്രിഡ് ഈസ് മാഡ്രിഡ്. അതായത് ഈ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് അത് റയലിന്റേതാണ്. അതിനിപ്പം റയൽ എത്ര ഫോമിലല്ലെങ്കിലും, റയലിന് ഇനിയിപ്പോ ആരൊക്കെ കളിക്കാനില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ആണോ അവർ കളിക്കുന്നത്. വളരെ റയർ ആയിട്ടാണ് അവരെ തോൽപ്പിക്കാൻ കഴിയുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോ നമ്മൾ 15 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വാചകം അടിക്കും, ഓരോരുത്തര് മാഡ്രിഡിനെ കളിയാക്കുകയൊക്കെ ചെയ്യും. ഈ 15 UCL എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അപ്പോ അതുകൂടി ആലോചിക്കുക. അപ്പം സിറ്റിയെ സംബന്ധിച്ചിട്ട് ഞാൻ നോക്കുമ്പം സിറ്റി ഒരു പെർഫെക്റ്റ് ടീം തന്നെയാണ്. നമ്മൾ പെപ്പിന്റെ കയ്യിൽ നിന്ന് ഓരോന്ന് പോയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ പെപ്പ് പഴയ പോലെ അല്ല, പെപ്പിന്റെ തന്ത്രങ്ങളൊക്കെ പാളുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പെപ്പ് പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്തുണ്ടെന്നേ. ഒരു സമയത്ത്, അതായത് കഴിഞ്ഞ ഒരു കുറച്ച് മാച്ച് വീക്കിന് മുമ്പ് ആർസണലിൽ 2ാമതാകുമോ എന്ന് വരെ നമ്മൾ സംശയിച്ച ഒരു സമയം കൂടി വന്നിരുന്നു. ഇപ്പത്തെ യുണൈറ്റഡ് പുറകെ കയറി ചെല്ലുന്നു, എന്നിട്ടും പെപ്പ് സ്റ്റിൽ ദെയർ, പുള്ളി 2ാം സ്ഥാനത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പെപ്പ് നമ്മൾ വിചാരിക്കുന്ന ഒരു ടീമല്ല. ആ പെപ്പിനെ, അതായത് പെപ്പിന്റെ കയ്യിലെ എല്ലാ വജ്രായുധങ്ങളും ഇരിക്കെ ആൽവറേഡും അതേപോലെ വിനീഷ്യസും കൂടി എടുത്തിട്ട് തകർത്തില്ലേ. അപ്പം അതാണ് അവരുടെ ആ ഒരു മെന്റാലിറ്റി, ചാമ്പ്യൻസ് ലീഗ് മെന്റാലിറ്റി എന്ന് പറയും. അപ്പൊ അത് ഈ 2 സാധനമാണ് ശരിക്കും പറയാനുള്ളത്. ഇപ്പം ബാക്കി മത്സരങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്.